പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 എൻ്റെ ആദ്യത്തെ വീഡിയോ, ആദ്യത്തെ ട്രെയിൻ യാത്ര ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ഏകദേശം ഇതേ ടൈം ഒരു വർഷം മുമ്പ് 2024 അവിടെ നിന്ന് ഞാൻ ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് 2024 ആദ്യത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്നാണ് മംഗളൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ഒരു വീഡിയോ. അപ്പം ഇത്തവണ ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലെ മംഗളൂരിലാണ്. കർണാടകയിലെ മംഗളൂരിൽ നിന്ന് ഞാൻ ഇന്ന് പോകുന്നത് കേരളത്തിൻ്റെ ക്യാപിറ്റലായ തിരുവനന്തപുരം സെൻറ്ററിലേക്ക് ഞാൻ പോകുന്നത്. ഈ ഉച്ച സമയത്ത് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കി കാണും ഏത് വണ്ടിയാണെന്ന്. കാരണം മംഗളൂരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഉച്ച സമയത്തുള്ള ഒരു വണ്ടി ഏതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ട്രെയിൻ നമ്പർ 163-48 മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസ് ഞാൻ കയറി പോകുന്നത്. കോട്ടയം വഴി പോകുന്ന വണ്ടിയാണ്. ഇതാണ് മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്, മെയിൻ ഭാഗമൊക്കെ അവിടെയാണ് വരുന്നത്. ഞാൻ ഇനി പോകുന്ന വണ്ടിയെ പറ്റിയുള്ള ഒരു കാര്യം പറയുകയാണെങ്കിൽ, മംഗളൂരു സെൻട്രലിൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് പോകുന്നത് ഏറ്റവും റഷ് വണ്ടി ഈ ഒരു വണ്ടിയാണ്. കാരണം ഞാൻ ഈ ടിക്കറ്റ് നോക്കുമ്പോൾ മാവേലിയിലും മലബാറിലും RAC ആയിരുന്നു. ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തത് നവംബർ 18 ഏകദേശം 44 ദിവസം മുമ്പ്. അപ്പോൾ അതിൽ 2 RAC ആയിരുന്നു, ഇതിലും RAC ആയിരുന്നു. പിന്നെ ഞാൻ ഇതിലെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം മലബാറിൽ ഓൾറെഡി യാത്ര ചെയ്തു, പിന്നെ മാവേലി കുറച്ച് വൈകിട്ടല്ല, അതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു. പിന്നെ ഇതിൽ ഓൾറെഡി ഇത് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് RAC 46 ആയിരുന്നു. 44 ദിവസം മുമ്പ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. ഇന്ന് രാവിലെ ഞാൻ ടിക്കറ്റിൻ്റെ നോക്കുമ്പോൾ RAC 43. ആകെ 3 ഇതാണ് ക്യാൻസലേഷൻ വന്നത്. എന്നിട്ട് ചാർട്ട് പ്രിപ്പയർ ചെയ്ത് ചാർട്ട് പോയതിനു ശേഷം സീറ്റ് നോക്കിയപ്പോൾ RAC തന്നെ S7 23. ഇതൊരു കഷ്ടം. നോക്കിയപ്പോൾ 2025 ആദ്യത്തെ യാത്ര തന്നെ അടിപൊളിയായിട്ട് പണിയും കിട്ടിയിട്ടുണ്ട്. ബർത്തില്ല. അപ്പോൾ ബർത്ത് കിട്ടുമായിരിക്കും. ഒരു എറണാകുളത്ത് എത്തുമ്പോൾ നമുക്ക് TTയോട് ചോദിച്ച് ചിലപ്പോൾ ബർത്ത് കിട്ടിയേക്കാം, നോക്കാം. നമുക്ക് സ്റ്റേഷൻ്റെ അകത്തോട്ട് പോയി. ഇപ്പോൾ സമയം 1:45. ഇപ്പോൾ മെയിൽ സൂപ്പർ ഫാസ്റ്റ് എടുക്കേണ്ട സമയം 10 മിനിറ്റ് ആയാലും. അത് കഴിഞ്ഞ് നമ്മുടെ വണ്ടി ഇപ്പോൾ എടുക്കും. നമ്മുടെ വണ്ടി ഓൾറെഡി രാവിലെ ഇവിടത്തേക്ക് എത്തി. മത്സ്യഗന്ധിയ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആയിട്ട് ഇങ്ങോട്ടേക്ക് എത്തി. പിന്നെ അതാണല്ലോ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ ഫുഡ് ടവറിന് മീറ്റാണുള്ളത്. ഇവിടെ നടുക്ക് കാണുന്നത് ചെന്നൈ സൂപ്പർ ഫാസ്റ്റ്, അപ്പുറത്തത് മത്സ്യഗന്ധ. പിന്നെ നമ്മുടെ വണ്ടിയിലെ പ്ലാറ്റ്ഫോം നമ്പർ 3 ഇവിടെ മൊത്തം അയ്യപ്പന്മാരാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ കയറാൻ കുറേ അയ്യപ്പന്മാരുണ്ട്. ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് വന്ന വണ്ടി ഇതും മുംബൈയിൽ നിന്ന് വന്ന വണ്ടി ഇതുമാണ്. ഇനി ഇത് നേരെ തിരുവനന്തപുരത്തേക്കും ഇത് നേരെ മുംബൈയിലേക്കും പോകും. രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്രേക്ക് ഷെയറിംഗ് ആണ്. മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റും തിരുവനന്തപുരം എക്സ്പ്രസും ബ്രേക്ക് ഷെയറിംഗ് നടത്തുന്ന വണ്ടികളാണ്. 3 തിരുവനന്തപുരം എക്സ്പ്രസും ഉണ്ട്, 2 മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റും. ഈറോഡ് ഷെഡിന് WP4 ആണ് നമ്മുടെ വണ്ടിക്ക് കൊടുത്തിരിക്കുന്ന ലോക്കോമോട്ടീവ്, 228/52. അതുപോലെ തന്നെ മത്സ്യഗന്ധയ്ക്ക് ഉള്ളത് ഈറോഡ് ഷെഡിന് WP1 ആണ് കേട്ടോ. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, തിരുവനന്തപുരം എക്സ്പ്രസ് ആൻഡ് മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ്. 2 ബ്രദേഴ്സ് മുഖാമുഖം. ട്രെയിൻ നമ്പർ വേണ്ടി കേട്ടോ 161-48 മംഗളൂരത്ത് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ. തിരിച്ച് വരുമ്പോൾ 161-47. മുന്നിൽ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ്, പുറകിൽ 2 ജനറൽ കമ്പാർട്ട്മെൻറ്റ്. പിന്നെ അതുപോലെ തന്നെ 11 സ്ലീപ്പർ, 2 സെക്കൻഡ് AC, 4 തേർഡ് AC. അങ്ങനെയാണ് ഈ ട്രെയിനിൻ്റെ കോച്ച് ലേഔട്ട് വരുന്നത്. മത്സ്യഗന്ധ സൂപ്പർ ഫാസ്റ്റ് 2:20 എടുക്കും. ഈ വണ്ടി 2:25. അതിനുശേഷം 2:35 ഈ ഒരു വണ്ടി ഇവിടെ നടക്കും. ഇത് മംഗളൂരു സെൻട്രൽ വിജയപുര സ്പെഷ്യൽ. 2:28 ട്രെയിൻ ഇവിടെ നിർത്ത്. ഒരു എമർജൻസി വിൻഡോന് കിട്ടി, അതുകൊണ്ട് ഇവിടെ തന്നെ എടുക്കാൻ വെച്ചു. Please on platform number 4. यात्रीगण कृपया ध्यान दें, गाड़ी संख्या 0-7-8 मंगलुरु सेंट्रल
Vijaypura, special train, station, platform. ട്രെയിനിൻ്റെ ആദ്യത്തെ ഹാൾട്ടായ കുമ്പള റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ എത്തുകയാണ്. കുമ്പള ഇവിടെ 4 ഭാഷയിൽ നെയിം ബോർഡ് ഉണ്ട്: കന്നഡ, മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ട്രെയിൻ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എൻ്റെ കോ പാസഞ്ചർ ഇവിടുന്ന് കയറുന്നത് RAC കപ്പുള്ള ആള് ഇവിടുന്ന് തിരുവനന്തപുരം വരെ. ട്രെയിൻ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ RACയിലുള്ള ആളിതുവരെ വന്നിട്ടില്ല. കാസർഗോഡ് നിന്ന് കയറിയിട്ടില്ല, കോട്ടയത്ത് നിന്നും കയറിയിട്ടില്ല. ഇനിയിപ്പം കാഞ്ഞങ്ങാട് നിന്ന് കയറാറില്ല, കാഞ്ഞങ്ങാട് നിന്നും കയറിയില്ല, പിന്നെ എവിടെ നിന്നും കയറിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ആ പുറത്ത് ഫുൾ എനിക്ക് കിട്ടും. സമീപം 3:38 കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. എൻ്റെ ഹോം സ്റ്റേഷൻ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ കയറാൻ. ഈ വണ്ടിയിൽ അധികം സ്ലീപ്പർ ക്ലാസ് ജനറൽ പോലെ ആളുണ്ട് കാഞ്ഞങ്ങാട് നിന്ന് ഡിപ്പാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇന്നത്തെ അവസ്ഥ എങ്ങനെയാ നോക്കട്ടോ, കണ്ടു തന്നെ അറിയാം. ട്രിവാൻഡ്രം സെൻട്രൽ, മംഗളൂർ സെൻട്രൽ, എറണാട് എക്സ്പ്രസ് ഇരുന്നുണ്ട്. ട്രെയിൻ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം 5:03 സമയം. ഇപ്പോൾ ഇവിടെ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഉണ്ട്, കണ്ണൂർ, എറണാകുളം, ആലപ്പുഴ. ട്രെയിൻ ഇപ്പോൾ കണ്ണൂർ എത്തിയല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഈ ട്രെയിൻ ആദ്യമായി ഓടിത്തുടങ്ങിയത് കൊച്ചിൻ ഹാർബർ ടെർമിനൽസിൽ കണ്ണൂർ വരെയായിരുന്നു 1974 ആ കാലഘട്ടങ്ങളിൽ. പിന്നീട് ഈ ട്രെയിൻ കൊച്ചിൻ ഹാർബർ ടെർമിനൽസ് ഉള്ളത് തിരുവനന്തപുരമാക്കി മാറ്റി. തിരുവനന്തപുരം കണ്ണൂർ എക്സ്പ്രസ് എന്ന പേരിലാണ് ഈ ട്രെയിൻ ഓടിക്കൊണ്ടിരുന്നത്. പിന്നീട് കാസർഗോഡ് ജില്ലക്കാർക്ക് വേണ്ടത്ര ട്രെയിനുകളില്ലാത്തതുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡിലേക്കും കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് അങ്ങനെ ട്രെയിനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാടേറെ ആൾക്കാരെ പരാതി അവർ കണ്ടിട്ട് പിന്നെ അവർ ഈ ട്രെയിൻ മംഗലാപുരം എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതായി. ശരിക്കും പറഞ്ഞാൽ മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വന്നതോടെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളവർക്ക് ഒരുപാട് ഉപകാരമായത്. ഒരുപാട് വണ്ടികൾ മംഗലാപുരം സെൻട്രലിലേക്ക് നീട്ടാൻ തുടങ്ങിയതും മംഗലാപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വന്ന സമയത്താണ്. കണ്ണൂരിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തു. അതുപോലെ തന്നെ ഇപ്പുറം കണ്ണൂർ SMVT ബാംഗ്ലൂർ എക്സ്പ്രസ് അതും ഡിപ്പാർട്ട് ചെയ്തു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ എടുത്തു. തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ.
ട്രെയിൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. നേത്രാവതി എക്സ്പ്രസ്. എട്ടണ്ണിടുന്നത് അല്ല എട്ടണ്ണിടുന്ന അവിടെ കാണുമ്പോൾ കുറച്ച് അല്ല നോക്കുക അവരെ വില നോക്കില്ല. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനെ പറ്റി കാര്യം പറയുകയാണെങ്കിൽ ഈ ട്രെയിന് തിരുവനന്തപുരത്തും മംഗലാപുരത്തിനും ഇടയിൽ 48 സ്റ്റോപ്പാണുള്ളത്. 14 മണിക്കൂർ 15 മിനിറ്റാണ് ഈ ട്രെയിനെ ഓടിയെത്താനുള്ള മണിക്കൂർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് മംഗലാപുരത്ത് നിന്ന് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:25 പുറപ്പെട്ട പിറ്റേ ദിവസം രാവിലെ 4:15 തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരത്ത് നിന്ന് ഇത് എടുക്കുക രാത്രി 8:55 കേട്ടോ. പുതിയ സമയമാണ്. 2024 ഇത് പുറപ്പെട്ടിരുന്നത് 8:30. 2025 ഇത് 8:55 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുക. ട്രെയിൻ തിരൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. മലപ്പുറം ജില്ലയിലേക്ക് കയറി നമ്മൾ. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ. ട്രെയിൻ താനൂർ, പരപ്പനങ്ങാടി, വള്ളിക്കുന്നൊക്കെ സ്റ്റോപ്പ് ഉണ്ടായിന്, അതൊന്നും എടുത്തിട്ടില്ല. कृपया ध्यान दें गाड़ी संख्या 1 6 3 4 8. ട്രെയിനാണ് ഷൊർണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 8:35 എത്തിയിട്ട് 8:40 എടുക്കുന്ന വണ്ടിയാണ് ഇപ്പോൾ. സമയം 8:23. ബിഫോർ ടൈം അടിച്ചിട്ടാണ് ട്രെയിൻ കയറിയിട്ടുള്ളത്. ഷൊർണൂർ നിലമ്പൂർ വണ്ടിയാണ് പോകുന്നത്. ഇലക്ട്രിക് ലോക്കോ ഓടിത്തുടങ്ങി നിലമ്പൂർ റൂട്ടിൽ. പുതുവർഷം മുതൽ ഇലക്ട്രിക് ലോക്കോ ആയി. നിലമ്പൂർ വരെ പോകുന്ന അപ്പോൾ ഷൊർണൂർ റൂട്ടിലേക്ക് ഇലക്ട്രിക് ലോക്കോ ഓടി തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞിട്ടേ ഈ വീഡിയോ തുടക്കത്തിൽ 2025 ആദ്യത്തെ വീട് തന്നെ പണി പാളിയിരുന്നു. പക്ഷേ ഇപ്പോൾ പറയുന്നത് 2025 ആദ്യത്തെ യാത്ര തന്നെ ഏറ്റവും ലക്കുള്ള ആളത് ഞാനാണ്. കാരണം എന്താ അറിയോ, ഈ RACയിൽ 9 കോച്ച് ഉണ്ടാവും. അല്ല 9 ബർത്ത് ഉണ്ടാവും ഒരു കോച്ചിൽ RAC ആയിട്ട്. അതായത് ഒരു കോച്ചിൽ 9 ക്യാബിൻ ഉണ്ടാകുമ്പോൾ 9 സൈഡ് ലവർ ഉണ്ടാവില്ല. അപ്പോൾ 9 RAC ഉണ്ടാവും. ഈ 9 RACയിൽ 8 RAC ആൾക്കാർ വന്നിട്ടുണ്ട്. 8ലും RAC ഫുള്ളാണ്. ഒന്നിൽ മാത്രം RAC ഒരാൾ വന്നിട്ടില്ല. അത് എൻ്റെ നമ്പറിലാണ്. S7 23 കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം പോകേണ്ട ആൾ വന്നിട്ടില്ല. സോ TT ഇപ്പോൾ വന്നിട്ട് എനിക്ക് സീറ്റ് കൺഫേം ആക്കി തന്നെ. S7 23 എനിക്ക് കൺഫേം ആക്കി തന്നെ. എൻ്റെ ഇന്നത്തെ ലക്കറ്റ് പീക്കാണ്. കാരണം എൻ്റെ സൈഡ് ഡോറിലേക്ക് ഒരു വയസ്സായ ഒരാളുണ്ട്. അവർക്ക് കാക്ക് സുഖമില്ല. ഞാനൊന്ന് അവിടെ കടന്നോട്ട് ചോദിച്ചിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ കടന്നോ, അവരുടെ ബർത്താണെങ്കിൽ അപ്പർ ബർത്ത്. സോ എനിക്കിന്ന് സേഫായിട്ട് കടന്നുറങ്ങി പോകാൻ പറ്റും. RACയിലുണ്ടായ എൻ്റെ സീറ്റ് ഇപ്പോൾ അപ്പർ ബർത്തിലേക്ക് കൺഫേം ആയിട്ടുണ്ട്. എറണാകുളത്ത് നിന്ന് ഷൊർണൂറിലേക്ക് വന്ന മെമു ആണിത്. ഇപ്പോൾ ഇവിടത്തേക്ക് എത്തിയതേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂർ ഭാഗത്ത് നിന്ന് വന്ദേ ഭാരത് വരുന്നുണ്ട്. അതും കൂടി ഇവിടെ കയറിയിട്ടേ നമ്മൾ എടുക്കും തോന്നുന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ ജനശതാബ്ദി ഉണ്ട് കേട്ടോ. അതും കൂടി കയറുമെന്നറിയില്ല. ഈ 2 വണ്ടികൾ തൃശ്ശൂർ കഴിഞ്ഞു. വന്ദേ ഭാരത് എന്തായാലും അടുത്തെത്താനായി. വന്ദേ ഭാരത് എക്സ്പ്രസ് ഇപ്പം ഈ പ്ലാറ്റ്ഫോമിലേക്ക് 6ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് വരുമെന്ന് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ അത് വന്നിട്ട് നമ്മൾ പോകും. അതിൻ്റെ ബാക്കിൽ ജനശതാബ്ദി ഉണ്ട് കേട്ടോ.
അത് മിക്കവാറും ഏഴിലേക്ക് വരാനാ ചാൻസ്. ഏഴിലൊരു ബ്യൂട്ടി പേരുണ്ട്. ചിലപ്പോൾ വന്ദേ ഭാരത് പോയ ശേഷം 6ലേക്ക് തന്നെ അതും വന്നിട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കും. കാരണം നമ്മൾ 5ലാണുള്ളത്. വന്ദേ ഭാരത് തേച്ചു ഗൈസ്. അവിടെ വരെ ഇല്ലു, ഇവിടത്തേക്ക് വരൂല. ഇവിടെ ഈ വന്ദേ ഭാരതിൽ കയറാൻ ആരും തന്നെ ഇല്ല കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷെ ഇവിടുന്ന് കയറുന്ന ആൾക്കാരുടെ എണ്ണം വളരെയധികം കുറവാണ്. തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ വഴി മംഗലാപുരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത്. ഞാൻ വിചാരിച്ചു ജനശതാബ്ദി വന്നതിന് ശേഷം മാത്രമേ എടുക്കുള്ളൂ. പക്ഷെ ഇതിപ്പോൾ തന്നെ എടുത്തു വിടുന്നു. 9:06 സമയം. ജനശതാബ്ദി ഇവിടെ 9:10 കയറണ്ടേ. ജനശതാബ്ദിന് ഇപ്പോൾ അപ്പുറം വള്ളത്തോൾ നഗറിലിട്ട് തേച്ചിട്ടുണ്ട്. അതിനെ അവിടെ പിടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ലൈന് സിംഗിൾ ലൈനാണല്ലോ. മറ്റേ ഷൊർണൂർ ജംഗ്ഷനിൽ നിന്ന് ഭാരതപ്പുഴ കയറി തൃശ്ശൂർ ലൈനിലേക്ക് കയറുന്ന ഒരു ലൈന് സിംഗിൾ ലൈനാണല്ലോ. അത് നമ്മൾ ഷൊർണൂരിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ട് ട്രെയിനും. ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ കോഡ് ചെയ്യുന്നത് SRR എന്നാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് ഡിവിഷനിൽ നിന്ന് വിട പറയുകയാണ്. ഇനി നേരെ നമ്മൾ ട്രിവാൻഡ്രം ഡിവിഷനിലേക്ക് കയറും. ആ ഭാരതപ്പുഴ കൈനാട്. തോടങ്ങ് അവിടെ ജനശതാബ്ദി പോസ്റ്റേ കിടക്കുന്നത്. ഇതിപ്പോൾ LHB ആയിട്ടാ. ഇത് ICF ഉണ്ടാകുമ്പോൾ അതിൽ യാത്ര ചെയ്തിട്ടുണ്ട് കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ. ട്രെയിൻ ഇതാ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്രയൊക്കെയാണ് സമീപം 9:55 തൃശ്ശൂർ. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ വാഷ്റൂമിൻ്റെ അകത്താണ്. ഇത് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല നീറ്റൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഈ ഒരു വാഷ്റൂമിന്. പിന്നെ അതുപോലെ തന്നെ ഞാൻ യാത്ര ചെയ്യുന്ന സ്ലീപ്പറിലാണല്ലോ. അപ്പോൾ സ്ലീപ്പറിൻ്റെ ഫെയർ വരുന്നത് 360 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ജനറൽ ഫെയർ വരുന്നത് 195 രൂപ end to end. പിന്നെ അതുപോലെ തന്നെ തേർഡ് AC-ക്ക് 970 രൂപ, സെക്കൻഡ് AC-ക്ക് വരുന്നത് 1380 രൂപയാണ് കേട്ടോ ഈ ട്രെയിനിൻ്റെ ഫെയർ വരുന്നത് end to end. ഈ രണ്ട് വണ്ടികളും ലക്ഷറി ഹസ്ബൻഡ് ഞാൻ പറഞ്ഞല്ലോ, മത്സ്യന്റെ സൂപ്പർ ഫാസ്റ്റ് ഈ വണ്ടി. അതുപോലെ തന്നെ ഈ രണ്ട് വണ്ടികളും LHB ആകാൻ പോവാണ് അടുത്ത മാസം. ഫെബ്രുവരി 19-ാം തീയതി ഈ രണ്ട് വണ്ടികളും LHB ആയി തുടങ്ങും. അപ്പോൾ അതിനധികാരം ICF ഇല്ല. ഇത് ഞാൻ ബാത്റൂമിൽ എടുക്കാനുള്ള കാരണം എന്താ അറിയോ? ഞാൻ ഡോക്ടറെ പോയിട്ട് എടുക്കാനുള്ള കാരണം അവിടെ മൊത്തം RPF ആണ്. നല്ല സെക്യൂരിറ്റിയാണ്, നല്ല കീഴിലാണ്. ഇത് എന്താ പറയുക, നമ്മളൊരു സേഫ്റ്റി കണ്ടന്നെ മൊത്തം RPF ആണ്. ഡോക്ടറെ പോയിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ എടുക്കാന്ന് വിചാരിച്ചു. ഞാൻ ബസ് സ്റ്റോപ്പിൽ ആലപ്പുഴ സമയം ഒരുപാട് പെയ്ത് ഇപ്പം തന്നെ കിടന്നിറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി ആഴ്ചയായിട്ട് രാവിലെ കാണാം. മിക്കവാറും രാവിലെ അവിടെ എത്തിയിട്ടായിരിക്കും ഞാൻ അടിക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്കറിയാം, കാരണം 6:10 അവിടെ എത്തുന്നത്. അപ്പോൾ കടന്നിറങ്ങാൻ പോവാണ്. ഗുഡ് നൈറ്റ്. നമ്മൾ തിരുവനന്തപുരത്ത് വന്ന് ഇറങ്ങിയിട്ടാ.
ഇപ്പം സമയം രാവിലെ 4:50. ട്രെയിൻ ഇവിടെ എത്തിയത് കുറച്ച് ഡിലേ ആയിട്ടാണ് കേട്ടോ. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിലേക്കാണ് നമ്മുടെ വണ്ടി വന്നത്. ഇനിയിപ്പോൾ നേരെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അവിടെ വന്ദേ ഭാരത് ട്രെയിൻ ഷണ്ട് ചെയ്യുന്നുണ്ട് ഒരു 1-ാം പ്ലാറ്റ്ഫോമിൽ. ഇതിവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 വന്ദേ ഭാരത്, കാസർഗോഡ് വന്ദേ ഭാരത്. ഇതാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസ്. ഇതാണ് മെയിൻ എൻട്രൻസ് വരുന്നത്. പിന്നെ ഈ രാവിലെ തന്നെ ഇപ്പോൾ നല്ല ക്രൗഡായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിലേക്ക്. ഒരുപാട് വണ്ടികൾ ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടാൻ വേണ്ടി ഇങ്ങോട്ടൊക്കെ വരാനും ഉണ്ട് ഒരുപാട് വണ്ടികൾ. അതുകൊണ്ട് ഇപ്പോൾ നല്ല റഷാണ്. ഐ ലവ് TBM ഒരു സെൽഫി പോയിന്റ് ഒക്കെ ഉണ്ട് ഇവിടെ. പിന്നെ അങ്ങ് അവിടെ ബാക്കിൽ കാണുന്നതാണ് KSRTC ബസ് ടെർമിനൽ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇനിയിപ്പോൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അടുത്ത നമ്മളെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. മംഗലാപുരം തിരുവനന്തപുരത്തേക്ക് വന്ന തിരുവനന്തപുരം എക്സ്പ്രസിൻ്റെ വീഡിയോ ആയിരുന്നു. എന്താ പറയുക, അടിപൊളി ട്രെയിനാണ്, ഓവർനൈറ്റ് ട്രെയിനാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എല്ലായിടത്തും നിർത്തി വരുന്നതാണ്. സ്ലീപ്പറൊക്കെ ബുക്ക് ചെയ്ത് തന്നെ ഇതിലൊക്കെ മാക്സിമം വരാം. ജനറലൊക്കെ വരികയാണെങ്കിൽ നല്ല രീതിക്ക് തന്നെ പിടുപെടും. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.